ചെമ്പനീർ പൂവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ ഫംഗ്ഷൻ കൂടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യമായിരിക്കും. എന്നിട്ട് എന്താ അച്ഛൻ വരാത്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് ഇപ്പം വരും ആൻറ്റി വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയായിരിക്കട്ടെ ശ്രുതി. പിന്നീട് അങ്ങനെ ചന്ദ്രമതി ശ്രുതിയുടെ ദേഹത്തേക്ക് നോക്കുന്ന സമയത്തായിരിക്കട്ടെ പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങളൊന്നും കാണുന്നില്ല. ആ സമയത്തിന് ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിനെ ചോദിക്കുന്നുണ്ട്, ശ്രുതി നിന്റെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. നിന്റെ ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചു കൊടുത്തിനെ ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്തിന് മീര ചോദിക്കുന്നുണ്ട്, ദേ ആൻറ്റി കണ്ടില്ലേ, ആൻറ്റിക്ക് എന്താ കണ്ണ് കാണില്ലേ, അവളുടെ ദേഹത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. ആ സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട് നീ പോയിട്ട് വർഷയുടെ ദേഹത്തേക്കൊന്ന് നോക്ക്, അവളുടെ മേല് നിറച്ച് സ്വർണ്ണാഭരണങ്ങളാണെന്ന് പറയും. ഇതെന്താ നീ വെറും 2 മാലയൊക്കെ ഇട്ടിരിക്കുന്നത്, നീ സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെയെന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടാട്ടോ. എന്നാൽ ചന്ദ്രമതിയുടെ ഷൗട്ടിങ്ങും കേട്ടുകൊണ്ടായിരിക്കട്ടെ ബാമ അങ്ങോട്ടേക്ക് വരുന്നത്. ബാമ വന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇത് ഇങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുക, ശ്രുതിമോളുടെ അച്ഛനല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്, ശ്രുതിമോളുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പറയും. ആ സമയത്തായിരിക്കട്ടെ ചന്ദ്രമതിക്കൊന്ന് ആശ്വാസമാവുന്നത്. അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്തിന് മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരല്ലോ, ഇഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടുവരല്ലോ എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലിങ്ങനെ സന്തോഷിക്കായിരിക്കട്ടെ ചന്ദ്ര. ഇതും കേട്ട് മീര ചോദിക്കുന്നത്, അങ്ങനെ കിലോ കണക്കിന് കൊണ്ടുവരാനൊന്നും പറ്റില്ല ആൻറ്റി, മിനിമം കൊണ്ടുവരാൻ പറ്റുന്നത്ര കൊണ്ടുവരുമെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നത് ഹാവ് മിനിമം എങ്കിലും കൊണ്ടുവരല്ലോ, ഏതായാലും കൊണ്ടുവരുമ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ ദേഷ്യം മാറുന്നില്ല. ഏതായാലും ശ്രുതിയുടെ കഴുത്തിൽ ഇപ്പം മാലയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചന്ദ്രമതിക്ക് പാവം തോന്നിയിട്ട് ചന്ദ്രമതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല പോലും ഊരിയിട്ട് നേരെ ശ്രുതിയുടെ കഴുത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്തിന് ബാമ പറയുന്നത് ഇതേ കണ്ടില്ലേ, ചന്ദ്രമതിയുടെ സ്നേഹം കണ്ടില്ലേ മരുമോളോട്, സ്വന്തം കഴുത്തിലെ മാല പോലും ഊരിയിട്ട് മരുമോൾക്ക് ഇട്ട് കൊടുക്കുകയാണെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, ആ അല്ലെങ്കിലും എൻ്റെ സ്നേഹമൊക്കെ ആര് മനസ്സിലാക്കാനാ. എന്നിട്ട് പറഞ്ഞിട്ട് മോളെ ശ്രുതി നിന്റെ അച്ഛൻ ഏതായാലും എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ഉടനെ തന്നെ വിളിക്കുമല്ലോ, ആ സമയത്തിന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതായാലും വാതിൽക്ക് തന്നെ കാത്തു നിൽക്കാമെന്നൊക്കെ പറയൂ. അപ്പോഴേക്കും ഓക്കെ ആൻറ്റി തീർച്ചയായിട്ടും ഞാൻ ആൻറ്റിയോട് പറഞ്ഞേക്കാമെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതിയും ബാമയും അവിടെ നിന്നങ്ങ് പോവാട്ടോ. ശ്രുതിക്ക് ആകെ ടെൻഷനായിരിക്കും. ഈശ്വര അച്ഛൻ വരില്ലല്ലോ, ഇനി ഞാൻ എവിടെ നിന്ന് അച്ഛൻ ഉണ്ടാക്കാനാന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതി ആകെ ടെൻഷനിൽ നിൽക്കുന്ന സമയത്തിന് മീന പറഞ്ഞിട്ട് ഹോ നിന്റെ ആളൊരു ടെറർ തന്നെയാണല്ലോ ശ്രുതി. എന്താ ശ്രുതി നീ അച്ഛനായിട്ട് ഏർപ്പാട് ചെയ്ത ആൾ ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കട്ടെ മറ്റൊരാൾ വന്നിട്ട് ഇങ്ങനെ ഡോറയിൽ മുട്ടുന്നത്. ഡോർ തുറന്നു നോക്കുന്ന സമയത്തിന് അച്ഛനായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്ന ആളായിരിക്കും. അയാളെ കാണുന്ന സമയത്തിന് ശ്രുതി പെട്ടെന്ന് തന്നെ അയാളെ അകത്തേക്കാക്കിയിട്ട് ഡോർ ലോക്ക് ചെയ്യും. അപ്പോൾ ശ്രുതി ഡോർ തുറന്നു നോക്കുന്ന സമയത്തന്നെ ശ്രുതി ഏർപ്പാടാക്കിയ ആ ഒരു പയ്യനായിരിക്കട്ടെ വന്നേക്കുന്നത്. അയാളെ കാണുന്ന സമയത്തിന് ശ്രുതി വേഗം അകത്തേക്കാക്കിയിട്ട് വാതിലൊക്കെ ക്ലോസ് ചെയ്യും. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ആരെയാണ് ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിക്കും. അന്നേരം ഇത് ചോദിക്കുന്നുണ്ട്, എന്ത് സ്വർഗത്തിലേക്കോ. അന്നേരം അയാൾ പറയുന്നത് അല്ല കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് സ്വർഗത്തിലേക്കാണല്ലോ, അതുകൊണ്ട് ആരെയാണ് ഞാൻ കള്ളു കുടിപ്പേക്കേണ്ടതെന്ന് ചോദിക്കാട്ടോ. അന്നേരം ശ്രുതിയും മീരയും കൂടി സച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അന്നേരം അയാൾ പറഞ്ഞിട്ട് ഓ അപ്പോൾ ഇതാണല്ലേ ആള്, ഇയാളെ ഇഷ്ടം പോലെ കള്ളങ്ങ് കുടിപ്പിച്ചിട്ട് ഇയാളെ സ്വർഗത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അന്നേരം മീരക്കും ശ്രുതിക്കും ഭയങ്കര ടെൻഷനായിരിക്കട്ടോ. എന്നിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ പ്ലാനൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ ചെയ്യണം, അയാളെക്കൊണ്ട് മൂക്കറ്റം കുടിപ്പിച്ചിട്ട് അയാളെക്കൊണ്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കണം, ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഇരട്ടി പൈസ ഞങ്ങൾ തരുമെന്നൊക്കെ പറഞ്ഞ് അയാളെ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കട്ടോ മീരയും ശ്രുതിയും അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുന്നത്. ഇവിടെ സച്ചി കള്ളു കുടിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് കണ്ടിട്ട് അച്ഛൻ തിരിച്ച് പിണങ്ങിയിട്ട് മലേഷ്യയിലേക്ക് തന്നെ പോയി എന്നൊക്കെ പറയാനായിരിക്കും ശ്രുതിയുടെ പ്ലാന്. ഇതേ സമയത്തിനെ കാണിക്കുന്നത് രേവതിനായിരിക്കും. രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചിയുടെ ഇപ്പൊ കാലിന് എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട്, ഓ അതൊന്നും കുഴപ്പമില്ല, ഇതിപ്പോൾ എത്ര നേരമായി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, ഇതെന്താ ചടങ്ങ് തുടങ്ങാത്തത്, ഇതിപ്പോൾ ഒരു പെണ്ണിന്റെ താലി മാറ്റി കോർക്കൽ ചടങ്ങിൽ തന്നെ 1 ദിവസം എടുക്കും, ഇതിപ്പോൾ 2 പേരുടെ ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇത് എപ്പോൾ തുടങ്ങിയിട്ട് എപ്പോൾ തീരാനാന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സച്ചിക്കാകെ ദേഷ്യം വരട്ടോ. ആ സമയത്തിന് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മുഹൂർത്തമുണ്ട്, അതുകൊണ്ട് തുടങ്ങുമ്പോൾ തുടങ്ങട്ടെ. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, ഓ ഇവർക്ക് താലി കെട്ടുമ്പോഴത്തേന് സ്വർണ്ണമാലയിൽ അങ്ങനെ കെട്ടിയാൽ പോരെ, പിന്നെ താലി മാറ്റി കോർക്കൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എന്തിനാ അതൊന്നും സ്വർണ്ണമാലി കെട്ടാൻ നിൽക്കുന്നത്, വെറുതെ മനുഷ്യന്റെ സമയം കൂടെ കളയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് സച്ചിക്ക് ആകെ ദേഷ്യം വരും. അപ്പോഴേക്കും രേവതി പറയുന്നത്, സച്ചിയേട്ടൻ ഏതായാലും കൂടുതലൊന്നും സംസാരിക്കണ്ട, സച്ചിയേട്ടൻ മിണ്ടാതിരുന്നിട്ട് ഈ ചടങ്ങ് കണ്ടാൽ മാത്രം മതി, ചടങ്ങ് എപ്പോഴാണ് തുടങ്ങുകയെന്ന് വെച്ചാൽ തുടങ്ങിക്കോട്ടെ, നമുക്ക് ഏതായാലും ഇത് കണ്ടുകൊണ്ടിരിക്കാമെന്നൊക്കെ പറഞ്ഞ് സച്ചിനെ അവിടെ അടക്കി പിടിച്ചിരുത്തു രേവതി. അങ്ങനെ സച്ചി രേവതി സംസാരിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ആ സമയത്തിന് സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ, എന്നെ സ്ഥിരമായിട്ട് ഓട്ടത്തിന് വിളിക്കുന്ന ആളാണെന്ന് പറയുന്ന സമയത്തിന് കോൾ അറ്റൻഡ് ചെയ്തോളാൻ വേണ്ടിയിട്ട് രേവതി സമ്മതം കൊടുക്കും. അങ്ങനെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നങ്ങ് ഒഴിഞ്ഞു മാറി നിന്ന് പോവാട്ടോ സച്ചി. എന്നിട്ട് ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അയാളോട് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും മഹിമ ഏർപ്പാടാക്കിയിട്ടുള്ള മട്ടേ ഗുണ്ടക്ക് സച്ചിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് മഹിമ.
സച്ചി ഇങ്ങനെ ഫോണിലൂടെ പറയുന്നത് എടാ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ലടാ, ഇനിയും കുറേ അധികം സമയമെടുക്കുമെന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും മഹിമ ഏർപ്പാടാക്കിയിട്ടില്ല മറ്റേ കൊണ്ടുവരുന്നത്. അയാളിങ്ങനെ ദേഷ്യത്തോടെ വന്നിട്ട് സച്ചിയുടെ പുറത്തിട്ടൊക്കെ ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കാണ്. സച്ചിക്ക് ഭയങ്കര അങ്ങ് വേദന വന്നിട്ട് ദേഷ്യം വന്നിട്ട് സച്ചി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് അയാളോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കുകയാണ്. ആ സമയത്തായിരിക്കും സച്ചിക്ക് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അയ്യോ ഇയാളോട് ഞാൻ ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ, ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലാവും, രേവതിക്ക് കൊടുത്ത വാക്ക് പാലിക്കണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സൗമ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ ഈ കാണിച്ചതെന്ന് ചോദിക്കും. ആ സമയത്തിന് അയാൾ പറഞ്ഞിട്ട് അയ്യോ സോറി, എനിക്ക് ആള് മാറിപ്പോയതാണ്, ചേട്ടനെ കണ്ട എൻ്റെ ഫ്രണ്ടിനെ പോലെയുണ്ട്, ബാക്കിൽ നിന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് കരുതി എന്ന് പറയുന്ന സമയത്തിന് സച്ചി ചോദിക്കുന്നുണ്ട്, ബാക്കിൽ നിന്ന് നോക്കിയപ്പോഴേക്ക് ഫ്രണ്ടാണെന്ന് തോന്നിയിട്ട് ഇങ്ങനെയാണോ അടിക്കുക, നിങ്ങൾക്ക് ഫ്രണ്ടാണോ എന്ന് മുന്നിൽ വന്ന് നോക്കിക്കൂടെ, നിങ്ങൾ എന്താടിയായി അടിച്ചത് എന്നൊക്കെ ചോദിക്കട്ടെ സച്ചി. അന്നേരം അയാൾ പറഞ്ഞിട്ട് സോറി ചേട്ടാ, ഞാൻ അറിയാതെ ചെയ്തതല്ലേ, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെയുണ്ട് ചേട്ടനെ കാണാൻ. എന്നാൽ ഇതെല്ലാം തന്നെ രേവതി അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. രേവതി വന്നിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എടോ താൻ എന്താടോ ഈ കാണിച്ചത്, താൻ എന്തടിയാണ് എൻ്റെ ഏട്ടനെ അടിച്ചത്, താൻ ആരാടോ എൻ്റെ സച്ചിനെ ഇങ്ങനെ അടിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് രേവതി അങ്ങ് റേസാവുന്ന സമയത്തിന് സച്ചി സമാധാനപ്പെടുത്താണ്, രേവതി വേണ്ട വേണ്ട, അയാൾക്ക് എന്തോ ആള് മാറിപ്പോയതാണ്, അയാളുടെ സുഹൃത്താണെന്ന് വന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടിച്ചത് എന്നൊക്കെ പറയാണ് സച്ചി. അന്നേരം രേവതി ചോദിക്കുന്നത്, സുഹൃത്താണെന്ന് വിചാരിച്ച് ആള് മാറിയാൽ പോലും ഇങ്ങനെയാണോ അടിക്കുന്നത്, എൻ്റെ ഭർത്താവിനെ പിടിച്ചടിക്കാൻ താൻ ആരാടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞിട്ട് ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആള് മാറിപ്പോയതാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ ഞാൻ മനഃപൂർവ്വമാണ് അയാളെ തല്ലിയതെങ്കിൽ തന്നെ നിങ്ങൾക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ, നിങ്ങൾക്കെന്താ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രേവതിയുടെ നേർക്കങ്ങ് വരികയാണ് അയാൾ. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, ആഹാ അടിച്ചത് പോരാ എന്നിട്ട് നിങ്ങൾ ആ തെറ്റിനെ ന്യായീകരിക്കുന്നോ, അതിന് ശരിക്കും ഒരു സോറി അല്ലേ പറയേണ്ടത്. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, ആ ന്യായീകരിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ സൂക്കേടാണ്, അല്ല നിങ്ങൾക്ക് എന്നെ തല്ലണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഗുണ്ടങ്ങനെ ഇവരെ പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും സച്ചിനെ രേവതിയും ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് സച്ചി പറഞ്ഞിട്ട് വേണ്ട രേവതി, നമ്മളായിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ചേട്ടാ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ സച്ചി ഏതായാലും രേവതിയെ കൂട്ടിയിട്ട് അവരിരുന്ന് അതേ സ്ഥലത്ത് തന്നെ രേവതിയെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് മഹിമക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. അയാൾ ചെന്നിട്ട് ഇങ്ങനെ മഹിമയോട് പറഞ്ഞിട്ട് ചേച്ചി അയാൾ എത്രമാത്രം സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്, എന്ത് ചെയ്തിട്ടും അയാൾ എന്നോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ട് അയാളെ ദേഷ്യപ്പെടുത്താനാ. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് മഹിമക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. മഹിമ പറയുന്നത്, നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്, നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തന്നതാണ്, അതുകൊണ്ട് ഈ ചടങ്ങ് തീരുന്നതിന് മുമ്പ് അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ് മഹിമ. ഇതേ സമയത്തിന് സച്ചിങ്ങനെ വേദനപ്പെട്ട് പുഴയുന്നത് കാണുന്ന സമയത്തിന് രേവതി ചോദിക്കുന്നത്, എന്താ സച്ചിയേട്ടാ പറ്റിയത്, സച്ചിയേട്ടന് നല്ല രീതിയിൽ തന്നെ വേദന എടുത്തല്ലേ, എന്നാൽ പോലും സച്ചിയേട്ടൻ എന്താ അതിനൊന്നും പ്രതികരിക്കാതിരുന്നത്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, ആ എന്ത് ചെയ്യാനാ രേവതി, നല്ല രീതിയിൽ തന്നെ വേദന എടുത്തു, പക്ഷേ എൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും ആളറിയാതെ എല്ലാവരും വന്നിട്ട് എന്നെ അടിച്ചിട്ടിട്ട് പോവാണ്. ഏതായാലും അവൻ്റെ സമയം കൊള്ളാമെന്ന് പറയുന്ന സമയത്തിന് രേവതി ചോദിക്കുന്നത്, എന്നാലും സച്ചിയേട്ടന് വേദനിച്ചപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിച്ചൂടെ എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ട് വേണം എല്ലാവരും കൂടി എല്ലാ തെറ്റും എൻ്റെ തലയിലങ്ങ് കൊണ്ടുവന്ന് വെക്കാൻ, ഏതായാലും ഞാനൊന്നിനുമില്ലേ, ഞാൻ മിണ്ടാതെ ഇവിടെ ഇരുന്നോളാമെന്നൊക്കെ പറഞ്ഞ് സച്ചി സൗമ്യമായിട്ട് അവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ സച്ചി ഇങ്ങനെ വേദന കൊണ്ട് പൊളയുന്നതെല്ലാം കാണുന്ന സമയത്തിന് രേവതിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നത്. രേവതി പറയുന്നത്, എന്നാലും സച്ചിയേട്ടാ ഇത്രമാത്രം വലിയ പ്രശ്നമുണ്ടായിട്ട് പോലും സച്ചിയേട്ടൻ ഇങ്ങനെ മിണ്ടാതെ സൗമ്യമായിട്ടിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്ന് പറയും. ആ സമയത്തിന് സച്ചി ദേഷ്യത്തോടെ ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ മനഃപൂർവ്വം എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ തന്നെയാണോടി ഇതൊക്കെ ഏർപ്പാടാക്കിയെന്ന് ചോദിക്കട്ടെ രേവതിയോട്. അന്നേരം രേവതിക്ക് അങ്ങ് ദേഷ്യം വരാണ്ട് രേവതി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ സച്ചിയേട്ടനെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏർപ്പാടാക്കുന്നത്, അങ്ങനെ തല്ലണമെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ മറ്റൊരാളെ ഏർപ്പാടാക്കണമെന്നൊന്നുമില്ല, എനിക്ക് തന്നെ നേരിട്ട് സച്ചിയേട്ടനെ തല്ലാനറിയാം, അല്ലാതെ സച്ചിയേട്ടനെ ആളെ വെച്ചിട്ടൊന്നും ഞാൻ എടുപ്പിക്കില്ല എന്നൊക്കെ പറയട്ടെ രേവതി. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, അയാൾ വന്നിട്ട് സച്ചിയേട്ടൻ്റെ കാലിൽ ചവിട്ടുന്ന സമയത്ത് സച്ചിയേട്ടൻ എന്താ ഒന്നും പ്രതികരിക്കാതിരുന്നത്, എന്നിട്ട് ഞാൻ പ്രതികരിക്കുന്ന സമയത്ത് പോലും സച്ചിയേട്ടൻ എന്തിനാ എന്നെ തടഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, വേണ്ട രേവതി, നമ്മളായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, ഇനി നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ പിന്നെ എല്ലാ കുറ്റവും എൻ്റെ തലയിലാവുമെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ രേവതി പറഞ്ഞിട്ട്, അപ്പോൾ സച്ചിയേട്ടന് ശ്രുതിയുടെയും വർഷയുടെയും കാര്യത്തിൽ ഇത്രയൊക്കെ ശ്രദ്ധയുണ്ടല്ലേ എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അവരുടെ കാര്യമൊക്കെ അല്ലെങ്കിലും ആര് നോക്കുന്നു, ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, ഞാൻ കാരണം ഒരിക്കലും എൻ്റെ അച്ഛൻ വിഷമിക്കാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സഹിച്ച് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറയാണ് സച്ചി. ഇതേ സമയത്തിനെ കാണിക്കുന്നത് രവീന്ദ്രനായിരിക്കും. രവീന്ദ്രൻ ഒരു ഫ്രണ്ടൊക്കെ മുന്നിൽ തന്നെ കയറിയിരിക്കാട്ടോ. എന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ രവീന്ദ്രനോട് ചോദിക്കുന്നത്, അല്ല സാധാരണ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ സച്ചി ഇങ്ങനെ ഓടിച്ചാടി മുന്നിൽ തന്നെ നടക്കുന്നതായിട്ട് കാണാലോ, ഇന്നെന്താ സച്ചി ഒന്നിനുമില്ലാതെ ഒരു പഞ്ചപാവം പോലെ ഇങ്ങനെ ബാക്കിൽ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞത് കൊണ്ടാണ് സച്ചി അവിടെ പോയിരിക്കുന്നത്, ഞാൻ അവനോട് പറഞ്ഞു ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ വാ പോലും തുറക്കരുത്, അവിടെ പോയി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെ അനുസരിക്കാണ് സച്ചി.
അവൻ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവൻ വാ പോലും തുറക്കാതെ മിണ്ടാതിരിക്കുന്നത്. അന്നേരം സുഹൃത്ത് പറയുന്നത് എന്തായാലും സച്ചി ഇല്ലാത്തതിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നില്ല, അവനുണ്ടെങ്കിൽ ഒരോളമുള്ളൂ എന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട് വേണ്ട, അവനെ ചൊടിപ്പിക്കൊന്നും വേണ്ട, അവനിപ്പോൾ മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ എന്ന് പറയും. ഇതേ സമയത്തിന് സ്റ്റേജിലേക്ക് വരാട്ടോ ഭാമ. രേവതിയും സച്ചിയും അവിടെ ഇരിക്കുന്നത് കാണുന്ന സമയത്തിന് ഭാമാൻ്റെ വന്ന് ചോദിക്കുന്നത് അല്ല രേവതി മോള്, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ എന്താ വല്ലവരുടെയും വീട്ടിലെ പരിപാടി പോലെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇവിടെ ഇരിക്കുന്നത്? അങ്ങോട്ടേക്ക് വാ, എല്ലാവരും അവിടെ ഉണ്ട്, ചന്ദ്രമതി നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അന്നേരം രേവതി പറഞ്ഞിട്ട് ഇല്ല ആൻറ്റി, ഞാൻ വരുന്നില്ല. സ്വന്തം വീട്ടിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഓടിച്ചാടി എല്ലാ കാര്യങ്ങളും ചെയ്തേനെ. പക്ഷേ ഇത് വർഷയുടെ വീടല്ലേ, വർഷയുടെ വീട്ടിലെ രീതിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നിലും ഇടപെടാത്തത്. അതുകൊണ്ടാണ് ഞാൻ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് വെറും കാഴ്ചക്കാരിയായിട്ട് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയും. അന്നേരം ബാമാൻറ്റി പറയുന്നത് അത് ശരിയാണ് രേവതി മോള് പറഞ്ഞത്. ഏതായാലും ചന്ദ്ര നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ അധികം പണികളൊക്കെ ഉണ്ട്. നീ ചന്ദ്രയോട് പോയി ചോദിക്കുക, കുറച്ചൊക്കെ ചന്ദ്രയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബാമാൻറ്റി ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് രേവതിയെ. ബാമാൻറ്റി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം രേവതി പറഞ്ഞിട്ട് സച്ചിയേട്ട അമ്മ എന്നെ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ടാവും, ഞാൻ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യട്ടെ, ഞാൻ ഇപ്പോൾ വരാൻ സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കട്ടോ. ആ സമയത്തിന് സച്ചി പറഞ്ഞിട്ട് അയ്യോ രേവതി, നീ ഉള്ളപ്പോൾ തന്നെ എല്ലാവരും വന്ന് വരണോലും പോണോരും അങ്ങനെ എല്ലാവരും എന്നെ ചവിട്ടി മെതിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നീയും കൂടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാവത്താനെ പോലെ പറയട്ടെ സച്ചി. അന്നേരം രേവതി പറഞ്ഞിട്ട് എൻ്റെ സച്ചിയേട്ടനൊന്നും പറ്റില്ല. അതെ, സച്ചിയേട്ടൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, വേറെ എങ്ങോട്ടേക്കും പോവണ്ട. ഞാൻ എവിടെ പോയാലും എൻ്റെ നോട്ടം സച്ചിയേട്ടൻ്റെ മേലെ തന്നെ ഉണ്ടാവും. അങ്ങനെ രേവതി അവിടെ നിന്നും പോയതിനു ശേഷം അങ്ങോട്ടേക്ക് സച്ചി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ശ്രുതി ഏർപ്പാടാക്കിയ ആ ഒരു പയ്യൻ വരികയാണ്. സച്ചിയെ കൊണ്ട് എങ്ങനെയെങ്കിലും കള്ളു കുടിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അയാൾ വരുന്നത്. എന്നാൽ സച്ചിയെ എത്ര രീതിയിൽ പ്രകോപിപ്പിക്കാൻ നോക്കിയിട്ടും അയാൾ കള്ളു കുടിക്കുന്നില്ല. അയാൾ പറയുന്നുണ്ട് എൻ്റെ രേവതിക്ക് വേണ്ടിയിട്ട് ഞാൻ കള്ളുകുടിയൊക്കെ നിർത്തി. രേവതി എനിക്ക് പുതിയ കാറ് വാങ്ങിച്ചു തന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ കുടിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി തന്നെ ശ്രുതിയുടെ ആ ഒരു പ്ലാൻ അങ്ങ് ഫ്ലോപ്പ് ആവുകയാണ്. എന്നാൽ അതും കൂടി കേൾക്കുന്നതോടുകൂടി തന്നെ ശ്രുതിക്ക് ഭയങ്കര സങ്കടമായിരിക്കട്ടോ. ഇനി താൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ശ്രുതി നിൽക്കുമായിരിക്കും. പിന്നീട് അങ്ങനെ രേവതി അകത്തേക്ക് പോയിട്ട് വർഷയുടെ മാല നോക്കുന്ന സമയത്തായിരിക്കും വർഷയുടെ പൂമാലയിൽ ഒരു ഗോൾഡൻ നെക്ലസ് അതിലിങ്ങനെ കുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നത്. അത് കാണുന്ന സമയത്തിന് രേവതി പെട്ടെന്ന് തന്നെ ആ ഒരു മാല അതിൽ നിന്ന് എടുക്കും. എന്നിട്ട് ആ മാല വർഷയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മാലയുമായിട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തായിരിക്കട്ടോ ഇതും കണ്ടുകൊണ്ട് തന്നെ മധുസൂദനും മഹിമയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് രേവതി കള്ളിയാണെന്നും രേവതി ഇവിടെ നിന്ന് സ്വർണ്ണം മോഷ്ടിക്കുകയാണെന്ന രീതിയിലൊക്കെ വളരെ മോശ രീതിയിലൊക്കെ സംസാരിക്കും. രേവതി ഒരു പെരും കള്ളിയാണെന്ന്, രേവതി മോഷ്ടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു പണം കൊണ്ടാണ് സച്ചിക്ക് കള്ള് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന രീതിയിലൊക്കെ വളരെ മോശ രീതിയിലൊക്കെ സംസാരിക്കാട്ടോ. എന്നാൽ ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാത്ത സച്ചിക്ക് അങ്ങ് ദേഷ്യം വരെയാണ്. സച്ചി വളരെ മോശ രീതിയിലൊക്കെ പ്രതികരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല മധുസൂദനൻ്റെ മുഖത്തിട്ടൊരൊറ്റൊന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട് സച്ചി. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടോ വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. തൻ്റെ അച്ഛനെ സച്ചി ഇങ്ങനെ മുഖത്തിട്ടടിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല വർഷയ്ക്ക്. ഈ ഒരു തെമ്മാടി സച്ചിയുള്ള വീട്ടിൽ ഇനി ഒരിക്കലും താൻ നിൽക്കില്ല എന്നും താൻ ഇനി ജീവിതകാലം മുഴുവൻ തൻ്റെ വീട്ടിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും കൂടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ആയിരിക്കും വർഷ പറയുന്നത്. എന്നാൽ അത് തന്നെയായിരിക്കും മഹിമയുടെ പ്ലാന്. സച്ചി ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയതോടുകൂടെ തന്നെ ശ്രുതിക്കും അതുപോലെ മഹിമക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. മഹിമ ഉദ്ദേശിച്ചതുപോലെ ആ ഒരു പ്ലാന് നടക്കുകയാണ്. കാരണം വർഷനെ എന്നേക്കുമായിട്ട് തൻ്റെ വീട്ടിൽ നിർത്തണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടല്ലേ സച്ചിനെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കാമെന്നൊക്കെ മഹിമ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സച്ചി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുന്നതോടുകൂടെ തന്നെ വർഷ പിന്നെ എന്നേക്കുമായിട്ട് തൻ്റെ വീട്ടിൽ നിൽക്കും. അതുപോലെ തന്നെ ശ്രുതിക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. തൻ്റെ അച്ഛൻ എന്താണ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാത്തത് എന്ന് ചന്ദ്രമതി ചോദിക്കുന്നതിനുള്ള ഒരു ഗംഭീര മറുപടി തന്നെ പറയാണ് ശ്രുതി. ശ്രുതി പറയുന്നത് സച്ചി അവിടെ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് ഈ ഒരു പ്രശ്നമെല്ലാം കണ്ട് അച്ഛൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ തിരിച്ച് മലേഷ്യയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആ ഒരു നുണയും പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നീട് അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഏതായാലും ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും